Hello, hi dear friends, welcome to yet another session of Word of the Day. Yes. അപ്പോൾ നമ്മൾ നമ്മുടെ വേർഡ് ഓഫ് ദ ഡേ സെഷനിലെ നമ്മുടെ ബാങ്ക് എക്സാമിനേഷനിൽ നമുക്കറിയാം വൊക്കാബുലറി എന്നുള്ള ആ ഒരു സെക്ഷനെ ബേസ് ചെയ്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു നിയർലി 10 മാർക്കോളം ചോദിക്കും. സിംപ്ലി വേർഡ്സ് മാത്രമല്ല, ചിലപ്പോൾ ഫ്രേസൽ വേർബ്സ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഡിയംസ് ആവാം. നമുക്ക് നമ്മുടെ വേർഡ് ഓഫ് ദ ഡേയിൽ എന്നുള്ള ഈ ഒരു സെഷനിൽ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഫ്രേസൽ വേർബ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് ഇഡിയംസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ വേർഡ്സിൻ്റെ മീനിങ്സിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഇഡിയംസ് ഒക്കെ വന്നാൽ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാറുണ്ടല്ലേ. അതല്ലാതെ നമുക്കൊരു പ്ലെയിൻ ഒരു ഇഡിയൊക്കെ എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം പതുക്കെ. യെസ്. അപ്പോൾ ഈ ഒരു സെഷൻ വേർഡ് ഓഫ് ദ ഡേ എന്നുള്ള ഈ ഒരു സെഷൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു 20 മിനിറ്റ് വീഡിയോ നമ്മൾ കാണുന്നതിന് നമുക്ക് ഒരു 10 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം സിനോണിംസ് ആൻറ്റണിംസ് ചിലപ്പോൾ ചോദിക്കാം, വേർഡിൻ്റെ മീനിങ് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഈ മീനിങ്ങിൽ വരുന്ന ഫ്രേസസ് ഏതാണെന്ന് നമ്മളോട് ചോദിക്കാം. അതും അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക ആഡ്വർബ് ആഡ്ജക്റ്റീവ് ആഡ്വർബ് വരുന്ന സ്ഥലത്ത് ആഡ്ജക്റ്റീവ് അങ്ങനെ തന്നിട്ടുണ്ടാവും. സോ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വേർഡ് ഓഫ് ദ ഡേ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. ഇന്നത്തെ വേർഡ് നമുക്ക് നോക്കാം, ലാമെൻറ്റബിൾ. യെസ്, ലാമെൻറ്റബിൾ. അപ്പോൾ നമുക്കറിയാം ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ആ വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ്, നൗണാണോ, വെർബാണോ, ആഡ്വർബാണോ, ആഡ്ജക്റ്റീവ് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ എന്താ, അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ലാമെൻറ്റബിൾ എന്നുള്ള ഈ ഒരു വേർഡ് ആഡ്ജക്റ്റീവാണ്. ഈ ഒരു വേർഡ് എന്താണ്, ആഡ്ജക്റ്റീവാണ്. സോ ഒരു വേർഡ് ആഡ്ജക്റ്റീവാണെന്ന് കേട്ട് കഴിയുമ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും അത് കമ്പയറബിൾ ആണോ, അല്ലെങ്കിൽ അത് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വേർഡാണ്. ലാമെൻറ്റബിൾ എന്നുള്ള ഈ ഒരു വേർഡ് കമ്പയറബിൾ ആണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വേർഡാണ്. സോ അതിന് 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ടാവും. ഒന്ന് പോസിറ്റീവ് ഡിഗ്രി, ഒന്ന് കമ്പാരിറ്റീവ് ഡിഗ്രി, മൂന്നാമത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ലേ. അപ്പോൾ ഒരു വേർഡിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ആ വേർഡ് തന്നെയാണ്. സോ പോസിറ്റീവ് ഡിഗ്രി ലാമെൻറ്റബിൾ ആണ്. അപ്പോൾ ഈ ഒരു വേർഡിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി മോർ ലാമെൻറ്റബിൾ ആണ്. ഈ ഒരു വേർഡിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി മോസ്റ്റ് ലാമെൻറ്റബിൾ ആണ്. ലാമെൻറ്റബിൾ എന്നുള്ള ഈ ഒരു വേർഡിന് മുമ്പ് നമ്മൾ മോർ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ലാമെൻറ്റബിൾ എന്നുള്ള വേർഡിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടും. അതേപോലെ ലാമെൻറ്റബിൾ എന്നുള്ള വേർഡിന് മുമ്പ് നമ്മൾ മോസ്റ്റ് എന്നുള്ളൊരു വേർഡ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലാമെൻറ്റബിൾ എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ ഒരു അഡ്ജക്റ്റീവിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി കിട്ടും. ഇനി ഈ വേർഡ് നമ്മൾ പറഞ്ഞു ആഡ്ജക്റ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ നമുക്കറിയാം ആഡ്ജക്റ്റീവിന് ആഡ്വർബ് ഫോം ഉണ്ടാവും. സോ ലാമെൻറ്റബിൾ എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ ആഡ്വർബ് ഫോം ലാമെൻറ്റബിളി. ആ എല്ലല്ല ആ ഈ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ വൈ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആഡ്വർബ് ഫോം കിട്ടും. ലാമെൻറ്റബിളി എന്ന് പറയുമ്പം അത് ആഡ്വർബാണ്. നമുക്കറിയാം ഇൻ എ ലാമെൻറ്റബിൾ മാനർ. നമ്മുടെ ഏതോ ഒരു വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണല്ലേ. ഒരു ആഡ്ജക്റ്റീവിൽ നമ്മളൊരു ആഡ്വർബ് ഡിറൈവ് ചെയ്യണ സമയത്ത് ഇൻ സോ ആൻഡ് സോ മാനർ, ആ ആഡ്ജക്റ്റീവ് ഏതാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സ്ലോലി, ഹി വാക്സ് സ്ലോലി അല്ലേ, അവൻ ഭയങ്കര പതുക്കെയാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം സ്ലോലി ആണ് ആഡ്വർബ്. ആഡ്വർബിൻ്റെ മീനിങ് എന്താണ്, ഇൻ എ സ്ലോ വേ അല്ലെങ്കിൽ ഇൻ എ സ്ലോ മാനർ. സോ അങ്ങനെ അപ്പോൾ ആ ഒരു ഇതിലാണ് നമുക്ക് ആഡ്വർബിൻ്റെ മീനിങ് വരുന്നത്. നൗൺ ആണെങ്കിൽ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് സോ ആൻഡ് സോ, അല്ലെങ്കിൽ എന്താ പറയുക ദ സ്റ്റേറ്റ് ഓഫ് പൊസസിങ് സോ ആൻഡ് സോ ക്വാലിറ്റി എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് ഏത് വേർഡ്, നമുക്ക് നൗണിൻ്റെ മീനിങ് വരും എപ്പോൾ, ആഡ്ജക്റ്റീവിൽ നിന്ന് നമ്മൾ ആ ഒരു നൗണ് ഡിറൈവ് ചെയ്യുമ്പം. വെർബിൽ നിന്നാണ് നമ്മളൊരു നൗണ് ഡിറൈവ് ചെയ്യണമെങ്കിൽ ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആ ഒരു നൗണ് കൊണ്ട് ഉദ്ദേശിക്കണം. യെസ്. അപ്പോൾ നമുക്കിവിടെ ആഡ്വർബ് നമ്മൾ കണ്ടു. നമുക്കിനി നൗൺ ഫോം ഉണ്ട് ലാമെൻറ്റേഷൻ എന്നുള്ളത് എന്താണ്, നൗണാണ്. സോ അങ്ങനെ ലാമെൻറ്റബിൾ ആയിരിക്കണ ആ ഒരു അവസ്ഥയാണ്, ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ലാമെൻറ്റേഷൻ എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. യെസ്. അപ്പോൾ നമുക്കിനി ലാമെൻറ്റബിൾ എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ മീനിങ് നോക്കാം. ഓക്കെ. യെസ്. ഓഫ് സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ എന്ത് പറയാം കണ്ടീഷൻസ്, അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് ഓഫ് ആൻ ഇവൻറ്റ് അല്ലെങ്കിൽ ആക്ഷൻ ഓർ ആറ്റിറ്റ്യൂഡ്, ഓഫ് ആൻ ഇവൻറ്റ്
ആക്ഷൻ ഓർ ആറ്റിറ്റ്യൂഡ്. സോ ഇങ്ങനെ രണ്ട് കേസസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു സർക്കംസ്റ്റാൻസ് അല്ലെങ്കിൽ കണ്ടീഷൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ മീനിങ് വെരി ബാഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിപ്ലോറബിൾ. യെസ്, ഡിപ്ലോറബിൾ. ഇനി ഒരു ആക്ഷൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയുമ്പോൾ അൺഫോർച്ചുനേറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം റിഗ്രറ്റബിൾ. ഓക്കെ, യെസ്, മീനിങ് സെയിം ആണ്. നമ്മൾ രണ്ട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ രണ്ട് കേസസ് ആയിട്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ മീനിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ വേർഡ് എന്താണെന്ന് പിടികിട്ടും. യെസ്, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഓഫ് സർക്കംസ്റ്റാൻസസ് ആൻഡ് കണ്ടീഷൻസ് അല്ലേ. അപ്പോൾ സർക്കംസ്റ്റാൻസ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കംസ്റ്റാൻസ് എന്ന് പറയുമ്പം സാഹചര്യമാണ്. ഓക്കെ, സർക്കംസ്റ്റാൻസ് എന്നുള്ള വേർഡ് നൗൺ ആണ്. സർക്കംസ്റ്റാൻസ് എന്നുള്ള വേർഡ് നൗൺ ആണ്. നമുക്കറിയാം സാഹചര്യം എന്നുള്ള വേർഡ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺ ആണ് അല്ലേ. അവൻ ഒരുപാട് മോശമായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയി അല്ലേ. അവൻ കഴിഞ്ഞ മാസം ഭയങ്കര മോശമായ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. സോ നമുക്കറിയാം സാഹചര്യം എന്നുള്ളത് എന്താണ്? അതൊരു കൗണ്ടബിൾ ആയ ഒരു നൗണാണ്. സോ അതിൻ്റെ പ്ലൂറൽ സർക്കംസ്റ്റാൻസ് എന്നുള്ള നൗണിൻ്റെ പ്ലൂറൽ ഫോമാണ് എന്ത്? സർക്കംസ്റ്റാൻസസ് എന്നുള്ള ഈ ഒരു വേർഡ്. അതേപോലെ കണ്ടീഷൻ എന്ന് പറയുമ്പോഴും അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതി. നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ആരെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് അവൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആരെങ്കിലും അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻറ്റ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ അപ്പം നമ്മൾ ചോദിക്കും എന്താണ് അവരുടെ കണ്ടീഷൻ, എന്താണ് അവരുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവരുടെ സ്ഥിതി എന്താണെന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്, നമ്മൾ തിരക്കാറുണ്ട്. സോ ആ ഒരു മീനിങ് ആണ് കണ്ടീഷൻ. അപ്പോൾ എന്താണ് അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ കണ്ടീഷൻ എന്താണ്, അവരുടെ അവസ്ഥ ഇപ്പം എന്താണ്, അല്ലെങ്കിൽ അവരുടെ സ്ഥിതി ഇപ്പം എന്താണെന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ കണ്ടീഷൻ എന്നുള്ളൊരു വേർഡ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വണ്ടി നമ്മളിപ്പോൾ ഒരു കാറ് നമ്മളിപ്പോൾ നന്നാക്കാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അതിപ്പോൾ പണിയെടുക്കുന്ന ആ ഒരു അവസ്ഥയിലാണോ, വർക്കിംഗ് കണ്ടീഷനിലാണോ? സോ അതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മീനിങ് ഉണ്ട്. കണ്ടീഷൻ എന്നുള്ള ഒരു മീനിങ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞതാണ്, അവസ്ഥാസ്ഥിതി എന്നുള്ള മീനിങ്. രണ്ടാമത്തത് പറയുമ്പം കണ്ടീഷൻ അല്ലേ, നമുക്ക് കുറച്ച് നിയന്ത്രണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ എൻ്റെ മുമ്പിൽ വെച്ചു. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഞാനത് ചെയ്തു തരാം, പക്ഷേ അതിന് പകരം ഇന്ന ഒരു കണ്ടീഷൻ അവരെൻ്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ ഇന്നൊരു കാര്യം ഞാൻ ചെയ്തു കൊടുത്താലേ അവരെനിക്ക് ഈ കാര്യം ചെയ്തു തരുള്ളൂ എന്നുള്ള അത്തരം സിറ്റുവേഷൻസിലും നമുക്ക് കണ്ടീഷൻ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു സിറ്റുവേഷൻ, അതായത് കണ്ടീഷൻസ്. ഇപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ എന്നുള്ളത് എന്തെങ്കിലും ഒരു നിയന്ത്രണം വെച്ചു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ടു എന്നുള്ളൊരു മീനിങ്ങിലല്ല. നമ്മൾ പറയുമ്പോൾ സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥ എന്നൊക്കെ ഉള്ളത് ആ ഒരു മീനിങ്ങിലാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യണ കണ്ടീഷൻ. അപ്പോൾ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ കണ്ടീഷൻ ഇത്തരം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യണ മീനിങ് വെരി ബാഡ് അല്ലെങ്കിൽ ഡിപ്ലോറബിൾ. വെരി ബാഡ് നമുക്കറിയാം, ഭയങ്കര മോശമായത് അല്ലേ. യെസ്, ഡിപ്ലോറബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഐ ഫേസ്ഡ് സോ മെനി ഡിപ്ലോറബിൾ ഹ്യൂമിലിയേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരിക്കലും ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. ഹ്യൂമിലിയേറ്റ് നമ്മൾ ഒരുപാട് നമ്മുടെ വേർഡ് ഓഫ് ദി ഡേ സെഷൻസിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു വേർഡാണ് ഹ്യൂമിലിയേഷൻ. ഒരുപാട് സെഷൻസിൽ നമ്മൾ ഹ്യൂമിലിയേറ്റ് എന്നുള്ളൊരു നമ്മളൊരു വേർഡ് ഓഫ് ദി ഡേ ആയിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഹ്യൂമിലിയേറ്റ് എന്നുള്ള വേർഡ് നമ്മൾ പല സെഷൻസിലായി നമ്മൾ അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഹ്യൂമിലിയേഷൻസ് എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്, ഷെയിം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹ്യൂമിലിയേഷൻസ് ഫേസ് ചെയ്തു, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഐ വാസ് ഫേസിങ് സോ മെനി ഡിപ്ലോറബിൾ സിറ്റുവേഷൻസ് അല്ലേ. അപ്പോൾ ഒരുപാട് ഡിപ്ലോറബിൾ, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര ഒരു ദയനീയമായ സാഹചര്യങ്ങൾ അല്ലേ. സോ അത്തരം മീനിങ്ങിലാണ് നമ്മൾ ഡിപ്ലോറബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതിഗതികളെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾ സംസാരിക്കണതെങ്കിൽ, സ്ഥിതിഗതികളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പം നിങ്ങൾക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? അവിടെ നിങ്ങൾക്ക് നമ്മുടെ ലാമെൻറ്റബിൾ എന്നുള്ള ഈ ഒരു വേർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്ത് മീനിങ്ങിലാണ്? ഭയങ്കര മോശമായതാണ്, എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര മോശമായതാണ്,
അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത അത്രയും ദയനീയമായ അല്ലെങ്കിൽ ശോചനീയമായ എന്നൊക്കെ പറയണ മീനിങ്ങിൽ വി ക്യാൻ യൂസ് ദ വേർഡ് ലാമെൻറ്റബിൾ. ഡിപ്ലോറബിളും നമ്മൾ ആ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓഫ് ആൻ ഈവൻറ്റ്, ആക്ഷൻ ഓർ ആറ്റിറ്റ്യൂഡ് അല്ലെ. ഈവൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു സംഭവം, ആക്ഷൻ ഒരാളുടെ പ്രവൃത്തി, അതേപോലെ ആറ്റിറ്റ്യൂഡ് ഒരാളുടെ മനോഭാവം. യെസ്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒരാളുടെ മനോഭാവമാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് മീനിങ് ആണ് അൺഫോർച്ചുനേറ്റ് അല്ലെങ്കിൽ റിഗ്രറ്റബിൾ. ഫോർച്ചുനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭാഗ്യം. യെസ്, അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. യെസ്, അപ്പോൾ ഭാഗ്യം ഇല്ലാത്ത എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ അൺഫോർച്ചുനേറ്റ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്, അതേപോലെ നമുക്ക് എന്ത് പറയാം, റിഗ്രറ്റബിൾ. റിഗ്രറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, നമ്മളിപ്പം ഒരു ഖേദിക്കണ രീതിയിലുള്ള അല്ലേ, ഐ റിയലി എന്താ പറയുക, ഹിസ് ആക്ഷൻസ് ആർ റിയലി റിഗ്രറ്റബിൾ. അപ്പോൾ അയാളുടെ ആക്ഷൻസ്, അയാളുടെ പ്രവർത്തികൾ ശരിക്കും ഖേദിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ്. അത്ര മോശമായ രീതിയിലുള്ള ഒരു കാര്യത്തിന് ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ട്രെയിൻ ഇങ്ങനെ ലേറ്റായി വരാറുണ്ടല്ലോ. ഇപ്പോൾ 10 മണിക്ക് വരേണ്ട ട്രെയിൻ 10:30 അല്ലെങ്കിൽ 10:45 വരുന്ന സമയത്ത് നമുക്ക് അനൗൺസ്മെൻ്റ് ഉണ്ടാവും, ഇങ്ങനെ ഇന്ന സമയത്ത് വരേണ്ട ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത്, സോ ഞങ്ങൾ അതിൽ ഖേദിക്കുന്നു എന്നുള്ള രീതിയിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരുപാട് പേർക്കല്ലേ ഇപ്പോൾ 10 മണിക്ക് വരേണ്ട ട്രെയിന് കറക്റ്റ് ആ സമയത്തിന് വരാതെ 11 അല്ലെങ്കിൽ 11:30 മണിക്ക് വന്നാൽ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. സോ അതൊരു ഖേദിക്കേണ്ട ഒരു കാര്യമാണ്. വി റിയലി റിഗ്രറ്റ് ഫോർ ദാറ്റ് എന്നുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പോൾ ഖേദിക്കേണ്ട ഒരു അവസ്ഥ, ഒരാൾ ചെയ്യണ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരാളുടെ പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരാളുടെ മനോഭാവം, ഇതിനെയൊക്കെ നമുക്ക് പറയാം ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വേറൊരാളുടെ പ്രവൃത്തിയോ അല്ലെങ്കിൽ അവരുടെ ആക്ഷനോ അവരുടെ ഒരു മനോഭാവം കൊണ്ട് കുറേ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പറയും യെസ്, അത് ഖേദിക്കേണ്ട രീതിയിലുള്ളൊരു പ്രവൃത്തി തന്നെയാണ്. വി റിഗ്രറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ റിഗ്രറ്റബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. സോ അപ്പോൾ ആക്ഷൻ അല്ലെങ്കിൽ ഇവൻറ്റ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെയാണ് നിങ്ങൾ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലാമെൻറ്റബിൾ എന്നുള്ള ഈ ഒരു വേർഡ് ഈ മീനിങ്ങിൽ യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്കിതിൻ്റെ സിനോണിംസ് നമുക്ക് നോക്കാം. സിനോണിംസ് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആദ്യം ഡിപ്ലോറബിൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഡിപ്ലോറബിൾ. ഓക്കെ, ഡിപ്ലോറേഷൻ അല്ല, ഡിപ്ലോറബിൾ. ഡിപ്ലോറബിൾ ഞാൻ പറഞ്ഞു ഭയങ്കര ദയനീയമായ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഡിപ്ലോറബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രാജിക് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. യെസ്, നമുക്കറിയാം ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാജഡി എന്ന് പറഞ്ഞാൽ ദുരന്തമാണ് അല്ലേ? അപ്പം ട്രാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തമായ എന്നുള്ള ആ ഒരു മീനിങ് ആണ്. യെസ്. പിന്നെ നമുക്ക് റിഗ്രറ്റബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. റിഗ്രറ്റബിൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടെറിബിൾ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. യെസ്, ടെറിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഭയങ്കര ദാരുണമായ, വെരി ബാഡ്, എക്സ്ട്രീംലി ബാഡ് എന്നുള്ള മീനിങ്ങിൽ ഐ ഹാഡ് എ ടെറിബിൾ എക്സ്പീരിയൻസ് ദർ. അവിടെ എനിക്ക് ഭയങ്കരമായ ഒരു മോശമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഐ ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ് ദർ എന്ന് പറയുമ്പം എനിക്ക് അവിടെ ഒരു മോശമായ എക്സ്പീരിയൻസ് ഉണ്ടായി എന്നാണ്. നമ്മളവിടെ ബാഡ് എന്നുള്ളതിന് മാറ്റിയിട്ട് നമ്മൾ ടെറിബിൾ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യണം. ആക്ച്വലി ഐ ഹാഡ് എ ടെറിബിൾ എക്സ്പീരിയൻസ് ദർ. യെസ്, ഐ വാസ് ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് അല്ലെങ്കിൽ ഐ വാസ് ടോട്ടലി ഐ വെൻറ്റ് ഇമോഷണലി ഡൗൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ടെറിബിൾ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി, ബാഡും ടെറിബിളും തമ്മിലുള്ള വ്യത്യാസം, ബാഡ് എന്ന് പറയുമ്പോൾ മോശമായതാണ്. ഓക്കെ, ടെറിബിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര മോശമായത്, എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര മോശമായ ഒരു അവസ്ഥയാണ്, ഭയങ്കര ദാരുണമായ ഒരു ദാറ്റ് വാസ് എ ടെറിബിൾ ആക്സിഡൻറ്റ് എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമുക്ക് ആ ഒരു ഭയങ്കര മോശമായ എക്സ്ട്രീം ലെവൽ ഓഫ് ബാഡ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ടെറിബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഈ ടെറിബിൾ എന്നുള്ള വേർഡ് വന്നപ്പം ഞാനൊരു കാര്യം ഓർത്തു. അതായത് നമുക്കറിയാം ടെറിബിൾ എന്നുള്ളത് ഏത് ഫോമാണ്? ലാമെൻറ്റബിൾ എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡ്ജക്റ്റീവിൻ്റെ സിനോണിംസ് ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു വേർഡിൻ്റെ സിനോണിംസ് ഏത് ഫോമിലായിരിക്കും? ആ സെയിം ഫോമിലായിരിക്കും. സോ വി നോ ടെറിബിൾ ഈസ് ആൻ അഡ്ജക്റ്റീവ്. സോ നമുക്ക് ഈ അഡ്ജക്റ്റീവിൻ്റെ ആഡ്വർബ് നോക്കിക്കോളൂ. ടെറിബിളി. യെസ്,
ടെറിബ്ലി എന്ന് പറയുമ്പം ഇൻ എ ടെറിബിൾ മാനർ. ഓക്കെ, ഇൻ എ ടെറിബിൾ മാനർ. യെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വന്നൊരു കാര്യം, നമ്മുടെ ഇംഗ്ലീഷിൽ ഒരു ടൈപ്പ് ഓഫ് യൂസേജ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ടെറിബ്ലി ഗുഡ്. ചിലർ കേട്ടിട്ടുണ്ടാവാം, ചിലർ കേട്ടിട്ടുണ്ടാവില്ല. ഏതായാലും കുഴപ്പമില്ല. ടെറിബ്ലി ഗുഡ് എന്നുള്ളൊരു യൂസേജ് ഉണ്ട്. എന്താണ് ഈ ടെറിബ്ലി ഗുഡ്? നമ്മൾ പറഞ്ഞു ടെറിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര മോശമായതിനെയാണ് നമ്മൾ ടെറിബിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്താണ്? നല്ലതിനെയാണ് നമ്മൾ ഗുഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ്സ് ആണ് അല്ലേ? ടെറിബിൾ എന്നുള്ളത് അതിൻ്റെ മോശം എന്നുള്ളൊരു മീനിങ് ആണ്, ഗുഡ് എന്നുള്ളത് നല്ലത് എന്നുള്ളൊരു മീനിങ് ആണ്. സോ ഈ രണ്ട് വേർഡിൻ്റെ മീനിങ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു കോൺട്രഡിക്ടറി മീനിങ് ആണെന്ന് പറയാം അല്ലേ? രണ്ടും ഓപ്പോസിറ്റ് ആയ മീനിങ്സ് ആണ് രണ്ടിൻ്റെയും. ടെറിബിൾ എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായതാണ്, ഗുഡ് എന്ന് പറയുമ്പോൾ നല്ലതെന്നുള്ളൊരു മീനിങ് ആണ്. സോ എന്താണ് അപ്പം ടെറിബ്ലി ഗുഡ് എന്ന് പറഞ്ഞാൽ? അതായത് ടെറിബ്ലി ഗുഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര നല്ലത്, എക്സ്ട്രീം ലെവൽ ഓഫ് എന്തെങ്കിലും ഒരു കാര്യം നല്ലതാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ടെറിബ്ലി ഗുഡ്. ഓക്കെ, അതായത് ഈ ടൈപ്പ് ഓഫ് യൂസേജ്, അതായത് ഒരു വേർഡ്, ഈ നമ്മളൊരു ഫ്രേസിൽ യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് രണ്ടും ഓപ്പോസിറ്റ് മീനിങ്സ് ആണെങ്കിൽ അത്തരം യൂസേജസിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഓക്സിമോറൺ എന്ന് പറയുന്നത്. അത്തരം യൂസേജസിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഓക്സിമോറൺ എന്ന് പറയുന്നത്. ഈ ഓക്സിമോറൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ രണ്ട് വേർഡ്സ് ഉണ്ടാവും. രണ്ട് വേർഡ്സും നമ്മൾ അതിൻ്റെ മീനിങ്സ് നോക്കുമ്പം ആൻറ്റണിംസ് ആയിരിക്കും, ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും. ലൈക്ക് ടെറിബ്ലി ഗുഡ് അല്ലെങ്കിൽ പ്രിറ്റി അഗ്ലി, pretty ugly അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സേ ഫോർ എക്സാമ്പിൾ, യെസ്, deafening silence എക്സെട്ര. ഇങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സിലൊക്കെ ഒന്നെന്താണ്, ഒന്നിൻ്റെ മീനിങ്ങും ആ രണ്ട് വേർഡ്സിൻ്റെ മീനിങ്ങും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. സോ അത്തരം വേർഡ്സിനെയാണ് അല്ലെങ്കിൽ അത്തരം ഫ്രേസസിനെയാണ് നമ്മൾ ഓക്സിമറോൺ എന്ന് നമ്മൾ പറയണം. നമുക്കിതിൻ്റെ ഒരു മീനിങ് നോക്കാം. ടെറിബ്ലി ഗുഡ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നല്ലതാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് എന്ന്, ഇറ്റ്സ് ഗുഡ് എന്ന് നമുക്ക് പറയാം. അല്ല, ഭയങ്കര നല്ലതാണെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഗുഡ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ ടെറിബ്ലി ഗുഡ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, യെസ്, അതായത് എന്തെങ്കിലും ഒരു സംഭവം അത് കാണുന്ന ആൾക്കാരെ ഒരു ബ്രെത്ത് ടേക്കിംഗ് ആയ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ നിലച്ചു പോണ രീതിയിലുള്ള എന്തെങ്കിലും അത്രയും നല്ലതായ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോഴാണ് നമ്മൾ ടെറിബ്ലി ഗുഡ് എന്ന് നമ്മൾ പറയാം. മനസ്സിലായോ? അതായത് ഒരു ബ്രെത്ത് ടേക്കിംഗ് ആയ ഒരു സംഭവം അല്ലെങ്കിൽ യെസ് നമ്മൾ സ്തംഭിച്ച് നിന്ന് പോണ രീതിയിലുള്ള അത്രയും നല്ല എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? ടെറിബ്ലി ഗുഡ്. സേ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ I saw a girl yesterday. She was terribly good. I saw a girl yesterday. She was terribly good. ഞാൻ ഇന്നലെ ഒരു പെൺകൊച്ചിനെ ഞാൻ മീറ്റ് ചെയ്തു. നമ്മൾ പറയാറില്ല, എന്താ പറയുക, ചില സംഭവങ്ങൾ പറയുമ്പോൾ അവൾ ഒടുക്കത്തെ സുന്ദരിയാണ് അല്ലെങ്കിൽ അവൾ ഒടുക്കത്തെ നല്ല ആളാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒരു യൂസേജ് ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവൻ ഭയങ്കര നല്ല ആളാണ് എന്ന് പറയണ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ചില സമയത്ത് ഭയങ്കര നല്ല ആളാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അവർ ഒടുക്കത്തെ നല്ല ആളാണ് അല്ലെങ്കിൽ ഒടുക്കത്തെ സൗന്ദര്യമാണെന്ന് പറയാറുണ്ട്. നമുക്കറിയാം ഒടുക്കം എന്നുള്ളത് എന്താണ്? എൻഡ് എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യാറ് അല്ലേ? അപ്പോൾ സൗന്ദര്യം അല്ലെങ്കിൽ നല്ലത് എന്നൊക്കെ പറയുമ്പം അത് പോസിറ്റീവായ മീനിങ് ആണ്, ഇത് നെഗറ്റീവായ മീനിങ് ആണ്. ആ സെയിം കോണ്ടെക്സ്റ്റിലാണ് നമ്മുടെ ഈ ഓക്സിമറോൺ എന്നുള്ള ഈ ഒരു വേർഡും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് യൂസേജ് ആണ് ടെറിബ്ലി ഗുഡ്. അപ്പോൾ എന്താണ്? ഒടുക്കത്തെ നല്ലതാണോ എന്തെങ്കിലും ഒരു സംഭവം, അയാൾ ഒരു ഒടുക്കത്തെ നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറയണം. അല്ലെങ്കിൽ ഇന്നലെ അവർ ചെയ്ത കാര്യം യെസ് അതൊരു ഭയങ്കരമായ ഒരു ഒടുക്കത്തെ നല്ല കാര്യമാണെന്നൊക്കെ പറയണ മീനിങ്ങിലാണ് നമ്മൾ ടെറിബ്ലി ഗുഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. യെസ്. പ്രിറ്റി അഗ്ലി എന്ന് പറയുമ്പോഴോ യെസ് സാമാന്യം അഗ്ലി ആയ ഒരാളെയാണ് നമ്മൾ പ്രിറ്റി അഗ്ലി, യെസ് അയാൾ ഒരു അഗ്ലി ആയ ആളാണെന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് പ്രിറ്റി അഗ്ലി എന്നുള്ള വേർഡ്, ഇതെല്ലാം എന്താണ്? ഓക്സിമറൻസ് ആണ്. നമുക്കറിയാം പ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? എന്തെങ്കിലും ഒരു സംഭവം കാണാൻ നല്ലതാണെങ്കിലാണ് നമ്മൾ പ്രിറ്റി എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. യെസ്. അപ്പോൾ അഗ്ലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊള്ളില്ലാത്ത ഒരു വൃത്തികെട്ട എന്നുള്ള അല്ലെങ്കിൽ കാണാൻ അത്ര ഒരു ഭംഗിയില്ലാത്ത എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ അഗ്ലി എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടും ഓപ്പോസിറ്റ് മീനിങ് ആണ്. അതേപോലെ ഡെഫനിങ് സൈലൻസ്. ഡെഫനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് നമ്മുടെ
ചെവി അടഞ്ഞു പോണ രീതിയിലുള്ളത് അല്ലേ. നമ്മുടെ ചെവി അടഞ്ഞു പോണ രീതിയിലുള്ളതെന്ന് പറയുമ്പം അത്രയും എക്സ്ട്രീം ലെവൽ ഓഫ് സൗണ്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മളത് പറയാറ് ജനറലി. ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഫംഗ്ഷന് പോയി, ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോയി നമ്മൾ സ്പീക്കറിൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമുക്കറിയാം ആ സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സൗണ്ട് ഡെഫണിങ് ആണ്, എൻ്റെ ചെവി അടഞ്ഞു പോണ രീതിയിലുള്ള ഒരു സൗണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ എൻ്റെ ചെവി പൊട്ടിപ്പോണ രീതിയിലുള്ള, എൻ്റെ ചെവി അടഞ്ഞു പോകണം അല്ലെങ്കിൽ എൻ്റെ ചെവി പൊട്ടിപ്പോണ രീതിയിലുള്ള ഒരു സൗണ്ടാണ്. യെസ്, അതായിരിക്കും കുറച്ചുകൂടി എക്സാക്റ്റായ മീനിങ്. എൻ്റെ ചെവി പൊട്ടിപ്പോണ രീതിയിലുള്ള ഒരു സൗണ്ടാണെന്ന് നമ്മൾ പറയാറുണ്ട്. സോ ആ മീനിങ്ങിലാണ് നമ്മൾ ഡെഫനിങ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണേ. സൈലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം യെസ് ഭയങ്കര നിശബ്ദതയാണ്. നിശബ്ദതയായിരിക്കുമ്പോൾ നമ്മുടെ ചെവി പൊട്ടിപ്പോകത്തൊന്നുമില്ല. നമ്മുടെ ചെവിക്കല്ല് നിശബ്ദതയായിരിക്കുന്ന സമയത്തൊന്നും പൊട്ടിപ്പോവില്ല. സോ ആ സമയം അപ്പം ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ഓപ്പോസിറ്റ് മീനിങ് ആണ്. അപ്പോൾ ഡെഫനിങ് സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നമ്മൾ പറയുകയാണ്, നാളെ നിങ്ങളെല്ലാവരും ഈ എന്താ പറയുക ഒരു ആർട്ടിക്കിൾ, എന്തെങ്കിലും ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ഒരു ആർട്ടിക്കിൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. ടീച്ചർ വന്നു ക്ലാസ്സിൽ പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ നാളെ തന്നെ നിങ്ങളിങ്ങനെ ഒരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ക്ലാസ്സിൽ ഭയങ്കര ഒരു സൈലൻസ് ആയി. അതായത് ഒരു എന്താ പറയുക, ഒരു എനർജി ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ള ആ ഒരു എന്താ പറയുക അത്തരം മീനിങ്ങിൽ ഒരു സൈലൻസ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഡെഫനിങ് സൈലൻസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇങ്ങനൊരു യൂസേജ് ഉണ്ട്. ഈ ടൈപ്സ് ഓഫ് വേർഡ്സിന് നമ്മൾ ഓക്സിമറോൺസ് എന്നാണ് നമ്മൾ പറയുന്നത്. യെസ്. ഓക്കെ. യെസ്. ടെറിബിൾ നമുക്ക് ഓഫുൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഓഫുൾ എന്ന് പറഞ്ഞാലും മോശമാണ്. നമ്മൾ ഈ ടെറിബിളി ഗുഡ് എന്ന് പറയണ പോലെ ഓഫുള്ളി ഗുഡ് എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ. യെസ്. ഓഫുൾ. പിന്നെന്താ നമുക്ക് പറയാം? ഷെയിംഫുൾ, വൂഫുൾ അല്ലേ? ഇതൊക്കെ എന്താണ്? ദയനീയമായ അല്ലെങ്കിൽ ദാരുണമായ എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യണത്. ഷെയിംഫുൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള. പിറ്റിഫുൾ. പിറ്റിഫുൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം പിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദയനീയം അല്ലേ, ഒരു ദയ എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ പിറ്റി എന്നുള്ളൊരു പാവം തോന്നണം എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ പിറ്റി എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. അപ്പോൾ പിറ്റിഫുൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ദയനീയമായ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ പിറ്റിഫുൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ സോറോഫുൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. സോറോഫുൾ. പിന്നെ നമുക്ക് എന്ത്? ഓഫുൾ എന്ന് പറയുമ്പം മോശമായ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഓഫുൾ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണം. യെസ്. പിന്നെന്താണ്? ഇൻടോളറബിൾ എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻടോളറബിൾ. പിന്നെ എന്ത് പറയാം? ഗ്രീവിയസ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഗ്രീവസ്. ഗ്രേവ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. യെസ്. പിന്നെ നമുക്ക് എന്ത് പറയാം? ഇൻടോളറബിൾ, ഗ്രീവസ്, ഗ്രേവ്. റെച്ച്ഡ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. റെച്ച്ഡ്. യെസ്. ഇൻടോളറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻടോളറബിൾ, ടോളറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കിനി അയാളെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ടോളറേറ്റ് ചെയ്യാൻ, ഐ കനോട്ട് ടോളറേറ്റ് ഹിം എനിമോർ. ഇനി എനിക്ക് അയാളെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കണേ? ഇനി എനിക്ക് അയാളെ സഹിക്കാൻ പറ്റില്ല. ഐ കനോട്ട് ടോളറേറ്റ് ഹിസ് ആക്ഷൻസ്. ഐ കനോട്ട് ടോളറേറ്റ് ഹിസ് സച്ച് സ്റ്റുപ്പിഡ് ആക്ഷൻസ് എനിമോർ. ഇനി ഇത്തരത്തിലുള്ള അയാളുടെ സ്റ്റുപ്പിഡായ പ്രവർത്തികളൊന്നും ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. സോ ടോളറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സഹിക്കുക. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ചില ആൾക്കാരുടെ ടോളറൻസ് ലെവൽ. ഇപ്പോൾ ഒരു സൈക്കോളജി ആ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലുള്ള ആൾക്കാരുടെ ചില സംസാരങ്ങൾ, അവരുടെ ഡിസ്കഷൻസോ അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള, സ്ഥിരം നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു വേർഡാണ്, ചില ആൾക്കാരുടെ ടോളറൻസ് ലെവൽ ഹൈ ആണ്. ചില ആൾക്കാരുടെ ടോളറൻസ് ലെവൽ ഹൈ ആന്ന് പറഞ്ഞാൽ എത്ര മോശമായ സിറ്റുവേഷൻസ് വന്നാലും അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയർ എത്ര മോശമായാലും അവർക്കത് സഹിച്ചു നിൽക്കാനുള്ള ശക്തി, അവരുടെ സഹനശക്തി കുറച്ച് കൂടുതലാണ്. സോ ടോളറേറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെർബാണ്. ടോളറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹിക്കുക. ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹനം. ആ സഹിക്കാനുള്ള ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ സഹിച്ചിരിക്കണ ആ ഒരു എന്താ പറയുക ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സഹനശേഷി, അവരുടെ സഹനശക്തി അല്ലെങ്കിൽ സഹനശേഷി ഭയങ്കര കൂടുതലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവരുടെ ടോളറൻസ് ലെവൽ ഭയങ്കര ഹൈ. ഇപ്പോൾ ചിലപ്പോൾ ഒരാൾ
സ്ഥിരം സ്റ്റുപ്പിഡായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, 2 ദിവസം കൊണ്ട് റിയാക്ട് ചെയ്യും, ചിലർ 4 ദിവസം കൊണ്ട് റിയാക്ട് ചെയ്യും, ചിലർ 40 ദിവസം കൊണ്ടായിരിക്കും റിയാക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയും 40 ദിവസം കൊണ്ട് റിയാക്ട് ചെയ്യുന്ന അയാളുടെ ടോളറൻസ് ലെവൽ ഭയങ്കര ഹൈ ആണെന്ന് പറയും. എന്താണ് അതിൻ്റെ മീനിങ്? അയാളുടെ സഹനശേഷി ഭയങ്കര ഹൈ ആണ്. യെസ്. അപ്പോൾ ടോളറബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? അത് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതിനെയാണ് നമ്മൾ ഏത് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണേ? ടോളറബിൾ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണം. യെസ്. അപ്പോൾ ഇൻടോളറബിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള. ഹിസ് സ്റ്റുപ്പിഡ് ആക്ഷൻസ് ആർ റിയലി ഇൻടോളറബിൾ. അവൻ്റെ സ്റ്റുപ്പിഡായ ആക്ഷൻസ് എന്താണ്? ശരിക്കും നമുക്കത് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. സ്റ്റിൽ ഐ എം ടോളറേറ്റിംഗ് ഇറ്റ് ജസ്റ്റ് ഫോർ യുവർ സേക്ക്. എന്നാൽ ഞാനതിപ്പോഴും ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫോർ യുവർ സേക്ക്, അതായത് ഒരു യൂസേജ് ഉണ്ട്, ഫോർ യുവർ സേക്ക്. ഇപ്പം അത് വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഫോർ യുവർ സേക്ക് അല്ലേ? ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേർഡും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാനത് പറയുവാന്നേ ഉള്ളൂ. ഫോർ യുവർ സേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് നിനക്ക് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? മലയാളത്തിൽ നമ്മൾ പറയും ഞാൻ ഇതൊക്കെ ചെയ്യണത് നിനക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യണത് എനിക്ക് വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, നിന്നെ ഓർത്തിട്ടാണ് ഞാനത് സഹിക്കണേ, അല്ലെങ്കിൽ എന്നെ ഓർത്തിട്ടാണ് അവരത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ആരെങ്കിലും ഓർത്തിട്ട്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്നൊക്കെ പറയണം. അത്തരം മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു വേർഡാണ് ഫോർ യുവർ സേക്ക്. അതേപോലെ ഇപ്പോൾ ചില സമയത്ത് അതേപോലത്തെ വേറൊരു യൂസേജാണ് ഫോർ ഹെവൻസ് സേക്ക് അല്ലേ? എന്താണ് ഫോർ ഹെവൻസ് സേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ ഹെവൻസ് സേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ദൈവത്തോർത്ത് നീ ഒന്നും മിണ്ടായിരിക്കാവും. നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അനോയ്ഡ് ആയിട്ടല്ലേ, ഭയങ്കര ദേഷ്യം നമുക്ക് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ്, ദൈവത്തെ ഓർത്ത് ഒന്ന് പറയാതിരിക്കാവോ എന്ന് നമ്മൾ പറയാറുണ്ട്. സോ അങ്ങനെ ഒരു മീനിങ്ങിൽ ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ട് നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി, നമ്മൾ മലയാളത്തിൽ ഈ ദൈവത്തെ ഓർത്ത് നമ്മൾ പറയണ ആ ഒരു പല സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു റിക്വസ്റ്റ് പോലെയും ചില സമയത്ത് അങ്ങനത്തെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ സിറ്റുവേഷൻസിലൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഹെവൻസ് സേക്ക്. യെസ്. എന്താ പറയുക, കുഡ് യു പ്ലീസ് റിമൈൻ സൈലൻറ്റ് ജസ്റ്റ് ഫോർ ഹെവൻസ് സേക്ക് അല്ലേ? ദൈവത്തെ ഓർത്ത് കുറച്ച് സമയം ഒന്നും മിണ്ടായിരിക്കാവോ, ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കാവോ. സോ അങ്ങനെ ആ ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസാണ് ഫോർ ഹെവൻസ് സേക്ക്. സോ അതാണ് ഫോർ യുവർ സേക്ക്, ഫോർ ഹെവൻസ് സേക്ക്. യെസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഏത് വേർഡായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഇൻടോളറബിൾ ആയിരുന്നു. നമ്മുടെ ടോപ്പിക്ക് വിട്ടുപോയി, കുഴപ്പമില്ല. ഇൻടോളറബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? സഹിക്കാൻ പറ്റാത്തത് അല്ലേ? നമുക്ക് സഹിക്കാൻ പറ്റാത്തത്, നമുക്ക് എപ്പോഴാണ് ഒരു സിറ്റുവേഷൻ സഹിക്കാൻ പറ്റാണ്ട് തന്നെ, നമുക്ക് അത്രയും മോശമായ ഒരു ഇതാവുമ്പോൾ, അല്ലെങ്കിൽ അത്രയും ഒരു സ്റ്റുപ്പിഡിറ്റി ആവുമ്പം, അല്ലെങ്കിൽ അത്രയും ദയനീയമായ സാഹചര്യങ്ങളാവുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാണ്ട് തന്നെ. സോ അതുകൊണ്ട് നമുക്ക് ഇൻടോളറബിൾ എന്നുള്ള ഈ ഒരു വേർഡ് ലാമെൻറ്റബിൾ എന്നുള്ള വേർഡിൻ്റെ സിനോണിം ആയിട്ട് പറയാം. പിന്നെ ഞാൻ പറഞ്ഞു ഗ്രീവ് എന്നൊരു വേർഡ് ഉണ്ട്, GRIEV. ഗ്രീവ് എന്നുള്ള ഈ വേർഡ് വെർബാണ്. ഗ്രീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലപിക്കുക, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു വിഷമിക്കുക, ഭയങ്കരമായിട്ട് വിഷമിക്കുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഗ്രീവ് എന്നുള്ള വേർഡൊക്കെ യൂസ് ചെയ്യണം. യെസ്. അപ്പോൾ ഗ്രീവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആഡ്ജക്റ്റീവ് ഫോമാണ്. സോ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം. ഗ്രേവ് എന്ന് പറയുമ്പോൾ ഗ്രേവ് എന്നുള്ളത് നമുക്കറിയാം നൗണാണ്. ഗ്രേവ് എന്നുള്ള വേർഡ് നമുക്ക് നൗണായിട്ടും യൂസ് ചെയ്യാം, ആഡ്ജക്റ്റീവായിട്ടും യൂസ് ചെയ്യാം. ആഡ്ജക്റ്റീവായി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മീനിങ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കണം. ദയനീയമായ, അല്ലെങ്കിൽ അത്രയും ഒരു പരിതാപകരമായ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേവ് എന്നുള്ള ആഡ്ജക്റ്റീവ് യൂസ് ചെയ്യണം. ഗ്രേവ് എന്നുള്ള ഈ സെയിം വേർഡ് നമുക്ക് നൗണായിട്ട് യൂസ് ചെയ്യാം. അപ്പം നൗണായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് എന്ത് മീനിങ്ങിലാണ് വന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്താണ് കുഴിമാടം എന്ന് പറയണത് അല്ലേ, ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഗ്രേവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. ഗ്രേവ്യാർഡ് എന്നൊരു വേർഡ് ഉണ്ട്, ഗ്രേവ്യാർഡ്. യെസ്. ഗ്രേവ്യാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേവ്യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്മശാനത്തിനെയാണ് നമ്മൾ ഗ്രേവ്യാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ GRAVE നമുക്ക് നൗണായി യൂസ് ചെയ്യാം. ഗ്രേവ് ആയാലും ഗ്രേവ്യാർഡ് ആയാലും രണ്ടും നൗൺസ് ആണ്. ഗ്രേവ് എന്ന് പറയുമ്പോൾ എന്താണ്? കുഴിമാടമാണ്.
ഗ്രേവ് യാർഡ് എന്ന് പറയുമ്പോൾ യെസ് കുറേ കുഴിമാടങ്ങളുള്ള സ്ഥലം, ശ്മശാനം. യെസ്, ഗ്രേവ് എന്നുള്ള ആഡ്ജക്റ്റീവിൻ്റെ മീനിങ് എന്താണ്? ദയനീയമായ അല്ലെങ്കിൽ ഭയങ്കര പരിതാപകരമായ എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഗ്രേവ് എന്നുള്ള ആഡ്ജക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? പിന്നെ യെസ്, wretched. wretched നമുക്കറിയാം ഭയങ്കര മോശമായ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ wretched എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. നമുക്ക് ഡിസാസ്ട്രസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. ഡിസാസ്ട്രസ്. അതേപോലെ നമ്മൾ പറയുവാണെങ്കിൽ കലാമിറ്റസ്. യെസ്, അൺഫോർച്ചുനേറ്റ്. appalling. എക്സെട്ര. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡിസാസ്റ്റർ നമുക്കറിയാം. ഡിസാസ്റ്റർ എന്താണ്? ദുരന്തമാണ്. അപ്പോൾ ഡിസാസ്ട്രസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദുരന്തമായ. കലാമിറ്റി നമുക്കറിയാം, അതായത് കലാമിറ്റി വളരെ കോമൺ ആയി നമ്മൾ കേൾക്കാറുള്ള ഒരു വേർഡാണ് നാച്ചുറൽ കലാമിറ്റീസ്. നമുക്ക് പറയുവാണെങ്കിൽ റീസെൻ്റ്ലി എന്താ പറയുക, the rate of natural calamities has increased. അതായത് എന്താണ് നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറഞ്ഞാൽ? പ്രകൃതി ദുരന്തങ്ങളാണ്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഇപ്പം മണ്ണിടിച്ചൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് സുനാമി, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഫയർ ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ? നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട്. അപ്പോൾ നാച്ചുറൽ കലാമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് പ്രകൃതി ദുരന്തങ്ങളെയാണ് നമ്മൾ നമുക്കറിയാം നേച്ചർ എന്ന് പറയുമ്പോൾ പ്രകൃതിയാണ്. കലാമിറ്റി എന്നുള്ളത് എന്താണ്? കലാമിറ്റി എന്നുള്ളത് ഒരു നൗണാണ്. ദുരന്തം എപ്പോഴും എന്താണ്? ദുരന്തം എന്ന് പറയുന്നത് നൗണാണ്. അപ്പോൾ കലാമിറ്റി എന്നുള്ളത് സിംഗുലർ ഫോമാണ്. വൈയിലാണ് എൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഒട്ടുമിക്ക നൗൺസും വൈയിൽ എൻഡ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ പ്ലൂറൽ ഫോം IES ആണ്. എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവും, പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസിൽ വൈയിൽ എൻഡ് ചെയ്യുന്ന നൗൺസിൽ നമ്മൾ നൗണിൻ്റെ പ്ലൂറൽ ഫോം നമ്മൾ പറയുമ്പോൾ നമ്മൾ വൈ ഏത് ലെറ്റേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യും? IES കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. സോ അപ്പോൾ കലാമിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദുരന്തങ്ങളാണ്. നേച്ചർ എന്നുള്ളത് എന്താണ്? നേച്ചർ എന്നുള്ളത് നമുക്കറിയാം നൗണാണ് അല്ലേ? ഐ ലവ് നേച്ചർ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? പ്രകൃതിയാണ്. സോ യെസ്, നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, അത് ആഡ്ജക്റ്റീവാണ്. നാച്ചുറൽ നൗൺ അല്ല. എന്തെങ്കിലും ഒരു സംഭവം അത് ഇപ്പം എന്താ പറയുക, അത് നാച്ചുറൽ ആണ് എന്ന് നമ്മൾ പറയുവാണെങ്കിൽ എന്താണ്? യെസ്, അത് നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആ ഒരു വേർഡ് യൂസ് ചെയ്യും. ഒന്നെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രകൃതി സംബന്ധമായ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ആ ഒരു മീനിങ് ആണ് നാച്ചുറൽ കലാമിറ്റീസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത മീനിങ് എന്താണ്? പ്രകൃതി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്? നാച്ചുറൽ സീൻസ് അല്ലെങ്കിൽ നാച്ചുറൽ ഫോട്ടോസ് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയുടെ ഫോട്ടോസാണ്. അപ്പോൾ പ്രകൃതി റിലേറ്റഡ് ആയ പ്രകൃതി സംബന്ധമായ കാര്യങ്ങൾ എന്നുള്ള മീനിങ്ങിൽ നമ്മൾ നാച്ചുറൽ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യും. അഡ്ജക്റ്റീവ് തന്നെയാണ്. പിന്നെ വേറൊരു യൂസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയാ ഉള്ള അല്ലെങ്കിൽ ജന്മനാ ഉള്ള, അതല്ലെങ്കിൽ എന്താണ് ഇപ്പം ബൈ നേച്ചർ എന്നൊക്കെ പറയുന്ന ആ ഒരു മീനിങ്ങിലും നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? നാച്ചുറൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കാര്യം അതൊരു നാച്ചുറലായ ഒരു കാര്യമാണ്, സാധാരണമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു നോർമലായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു സഹജമായ ഒരു കാര്യമാണെന്ന് പറയണ മീനിങ്ങിലും നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും? നാച്ചുറൽ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്? കലാമിറ്റസ് ആണ്. അപ്പോൾ കലാമിറ്റി എന്നുള്ള വേർഡിൽ നിന്നാണ് നമുക്ക് കലാമിറ്റസ് എന്നുള്ള വേർഡ് വന്ന്. കലാമിറ്റി നമ്മൾ പറഞ്ഞു ദുരന്തമാണ്. അപ്പോൾ കലാമിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്തമായ. അൺഫോർച്ചുനേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. യെസ്, അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഭാഗ്യമില്ലാത്ത അല്ലേ? ആ ഒരു മീനിങ് ആണ് അൺഫോർച്ചുനേറ്റ്. യെസ്. പിന്നെ നമ്മൾ കണ്ടത് പിന്നെ ലാസ്റ്റ് വേർഡാണ് അപ്പോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദയനീയമായ ഇല്ലേ? അങ്ങനത്തെ
ഒരു എന്താ പറയുക, ഒരു മോശമായ അല്ലെങ്കിൽ ഒരു ഭയങ്കര ദയനീയമായ ഒരു മീനിങ്ങിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? അപ്പോളിംഗ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. യെസ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആൻറ്റണിംസ് നോക്കാം, എന്നിട്ട് നമുക്ക് റീക്യാപ്പ് നോക്കാം. യെസ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു സെഷൻ കുറച്ച് ലെങ്തി ആയിരിക്കും തോന്നുന്നു. കാരണം നമ്മൾ ഈ ഓരോ വേർഡ്സ് വന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ഇടയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി അല്ലേ? ആൻറ്റണിംസ് ഈസിയാണ്, നമുക്കറിയാം. നമ്മൾ കണ്ടു സിനണിംസ് എല്ലാം എന്താണ്? മോശമായ അല്ലെങ്കിൽ വിഷമമുള്ള, ദയനീയമായ എന്നുള്ള രീതിയിലുള്ള വേർഡ്സ് ആയിരുന്നു. അപ്പോൾ ആൻറ്റണിംസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഗ്രേറ്റ് അല്ലേ? ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഭയങ്കരമായ ഒരു നല്ല എക്സ്പീരിയൻസ് എന്ന് പറയാനാണ് നമ്മൾ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം അല്ലേ? ഐ വെൻറ്റ് ടു എന്താ പറയുക, സ്വിറ്റ്സർലാൻഡ്. ഐ വെൻറ്റ് ടു സ്വിറ്റ്സർലാൻഡ് ലാസ്റ്റ് ഇയർ ആൻഡ് ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയത് ഒരു ഭയങ്കരമായ ഒരു നല്ല എക്സ്പീരിയൻസ് എന്ന് പറയാനാണ് വി യൂസ് ദ വേർഡ് ഗ്രേറ്റ്. യെസ്. പിന്നെ നമുക്ക് വണ്ടർഫുൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വണ്ടർഫുൾ. or else we can say awesome അല്ലേ? അത് നല്ലതാണ്. ഗുഡ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഗുഡ്. പിന്നെ ഫോർച്ചുനേറ്റ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഫോർച്ചുനേറ്റ്. ചിയർഫുൾ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ചിയർഫുൾ. യു ക്യാൻ ഓൾസോ യൂസ് ഹാപ്പി എറ്റ്സെട്ര. യെസ്, യു ക്യാൻ ഓൾസോ യൂസ് ഹാപ്പി. അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ ലാമെൻറ്റബിൾ എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ ആൻറ്റണിംസ്. നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം, എന്നിട്ട് നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്ത വേർഡ് എന്താണ്? ലാമെൻറ്റബിൾ ആണ്. ലാമെൻറ്റബിൾ എന്നുള്ള വേർഡ് ആഡ്ജക്റ്റീവ് ആണ്. മോർ ലാമെൻറ്റബിൾ, മോസ്റ്റ് ലാമെൻറ്റബിൾ ആണ് അതിൻ്റെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഈ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യണതല്ലേ ഭയങ്കര ദയനീയമായ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ശോചനീയമായ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ദുരന്തമായ, അതും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ ഒരു ലോ ലെവലിലുള്ള, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരാളുടെ IQ ലെവലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഒരാളുടെ IQ ലെവലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ പറയും അയാൾക്ക് ഭയങ്കര ലോ ലെവലിലുള്ള ഒരു IQ ആണെന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഒരു എക്സ്ട്രീംലി ഒരു മോശമാണ്, ഒരു ലോ ലെവലാണെന്ന് പറയുന്ന സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? ലാമെൻറ്റബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. നമ്മളതിൻ്റെ കുറച്ച് സിനണിംസ് ഡിസ്കസ് ചെയ്തു. ഡിപ്ലോറബിൾ അല്ലേ? നമുക്ക് ഭയങ്കര ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും മോശമായ കാര്യങ്ങൾ. ട്രാജിക് എന്ന് പറയുമ്പോൾ ദുരന്തമായ. റിഗ്രറ്റബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഖേദിക്കേണ്ട രീതിയിലുള്ള അത്രയും ലോ ലെവലിലായ എന്നുള്ളൊരു മീനിങ് ആണ്. ടെറിബിൾ എന്ന് പറയുമ്പം എക്സ്ട്രീംലി ബാഡ്. ഓഫിൾ എന്ന് പറഞ്ഞാലും അതാണ്. ഷെയിംഫുൾ, വൂഫുൾ, പിറ്റിഫുൾ ഒക്കെ എന്താണ്? ഷെയിംഫുൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള. സോ അങ്ങനെ, അപ്പോൾ അങ്ങനത്തെ മീനിങ്ങിലാണ് നമ്മൾ ഷെയിംഫുൾ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണേ. വൂഫുൾ, പിറ്റിഫുൾ ഒക്കെ എന്താണ്? ദാരുണമായ, ദയനീയമായ, മോശമായ. സോറഫുൾ, സങ്കടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള. ഇൻടോറബിൾ, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള. ഗ്രീവസ് എന്നൊക്കെ പറയുമ്പോൾ ഗ്രേവ് ഒക്കെ എന്താണ്? ഒരു ഭയങ്കര മോശമായ അല്ലെങ്കിൽ ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള. ഡിസാസ്ട്രസ്, കലാമിറ്റസ് ഒക്കെ എന്താണ്? ദുരന്തമായ. ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ ലാമെൻറ്റബിൾ എന്നുള്ള വേർഡിൻ്റെ സിനണിംസ്. അതിൻ്റെ ആൻറ്റണിംസ് നമ്മൾ പറയുമ്പം യെസ്, വളരെ നല്ലത് അല്ലെങ്കിൽ നല്ലത് എന്നൊക്കെ പറയുന്ന മീനിങ്ങിലുള്ള വേർഡ്സ് ആണ് നമ്മൾ അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. യെസ്. അപ്പോൾ ഇനി നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് lamentable that the officer failed to deal with the situation. Yes. രണ്ടാമത്തത് നമ്മൾ പറയുമ്പോൾ she shows a lamentable lack of understanding. Lamentable lack of understanding. So നമുക്ക് നോക്കാം. It's lamentable that the officer failed to deal with the situation. അല്ലേ? അപ്പോൾ എന്താണ്? ഒരു മോശമായ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായി.
സോ ഓഫീസറിന് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല, ഡീൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് എന്താണ്? യെസ്, നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു മോശമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്കതൊരു ഷെയിംഫുൾ ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എവിടെയെങ്കിലും ഒരു ഭയങ്കരമായ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു മോശമായ ഒരു ഇഷ്യൂ ഉണ്ടായിന്നിരിക്കട്ടെ, അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് ആ ഒരു ഏരിയയായി റിലേറ്റ് ചെയ്ത് IAS ഓഫീസേഴ്സോ അല്ലെങ്കിൽ IPS ഹൂഎവർ ഇറ്റ് മേ ബി, ആര് തന്നെ ആയാലും അവരവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, ആ ഒരു സിറ്റുവേഷൻ വേണ്ട രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ പറയും അല്ലേ, നമുക്കതൊരു ഒരു ഷെയിംഫുൾ ആയ ഒരു കാര്യമാണ്, ഒരു നാണക്കേട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ അതൊരു നാണക്കേടാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളിങ്ങനത്തെ ഡയലോഗ്സൊക്കെ നമ്മൾ സിനിമയിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. യെസ്, അങ്ങനത്തെ മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം. ഭയങ്കര ഒരു നാണക്കേട് ഉണ്ടാക്കണ പോലെ, അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു മോശമാണ്, അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, ഒരു ഖേദിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഓഫീസർ, ആ പൊസിഷനിലിരിക്കണ ആൾ, ആ പൊസിഷനിലിരിക്കണ ഒരാൾ ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അയാൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് എന്താണ്? അയാളപ്പോൾ അത് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്, അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ നമുക്ക് പറയാം ഒരു ഖേദകരമായ ഒരു കാര്യമാണ് എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? ലാമെൻറ്റബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. പിന്നെ ഷി ഷോസ് എ ലാമെൻറ്റബിൾ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഷി ഷോസ് എ ലാമെൻറ്റബിൾ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, ഭയങ്കര ദയനീയമായ, അത്രയും ലോ ലെവൽ ാണ് എന്ത് അവളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. അത്രയും പോലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അവൾക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ലോ ലെവലാണ് എന്തെങ്കിലും ഒരു കാര്യം, ഭയങ്കര ലോ ലെവലിലാണ് അയാളെങ്കിൽ അവിടെ നമുക്ക് ലാമെൻറ്റബിൾ എന്നുള്ളൊരു വേർഡ്. ഷീ ഷോസ് എ ലാമെൻറ്റബിൾ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു മനുഷ്യന് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം. അത്രയും പോലും ഒരാൾക്ക് ഇല്ലാണ്ട് വരുമ്പോൾ അല്ലേ, കുറച്ചെങ്കിലും ഭയങ്കര ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 50 പ്രാവശ്യമെങ്കിലും പറയുമ്പം എന്തെങ്കിലും മനസ്സിലാക്കണം. സോ അതുപോലും ഇല്ല എന്ന് പറയണ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ അത്രയും പരിതാപകരമാണ്, അല്ലെങ്കിൽ അത്രയും ദയനീയമായ ഒരു സ്ഥിതിയാണ് എന്തിന്, അവളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു എബിലിറ്റി. മനസ്സിലായോ? യെസ്. സോ ആ ഒരു മീനിങ്, എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര ലോ ലെവലാണ്, ഭയങ്കര ഒരു മോശമായ ഒരു അവസ്ഥയാണ് എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് ലാമെൻറ്റബിൾ, അല്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കണതാണെന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമുക്ക് ലാമെൻറ്റബിൾ എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. യെസ്, ഓക്കെ. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തത് ലാമെൻറ്റബിൾ എന്നുള്ള അഡ്ജക്റ്റീവാണ്. അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സെഷൻ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം ഉള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങളിൽ അതിൻ്റെ തന്നെ നമ്മൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. യെസ്, കുഴപ്പമില്ല. നമ്മുടെ ഈ ഒരു വീഡിയോ അല്ലെ, നമ്മൾ ഏത് വീഡിയോ ചെയ്താലും യെസ്, ആ വീഡിയോസ് ഫോളോ ചെയ്യണ ആൾക്കാർക്ക് അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് മാക്സിമം ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നോളജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ലാമെൻറ്റബിൾ എന്ന് പറയുമ്പം യെസ്, ആ ഒരു വേർഡ് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നല്ല, നമുക്ക് ഈ ഒരു വീഡിയോയിൽ എത്ര മാക്സിമം കാര്യങ്ങൾ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റൂ അത്രയും എത്തിക്കുക എന്നുള്ളതാണ്. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും, ലാമെൻറ്റബിൾ എന്നുള്ള വേർഡിൻ്റെ കാര്യങ്ങളും അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത അഡീഷണലായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ വിൽ ഡിസ്കസ് ദോസ് തിങ്സ് ഇൻ എനി ഓഫ് ദി അപ്കമിങ് സെഷൻസ് അല്ലേ. നമ്മുടെ വരാനിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ സെഷൻസിൽ നമ്മളത് ഡിസ്കസ് ചെയ്ത് പോകാം. യെസ്, കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് നമ്മുടെ ചാനലിലുള്ള എല്ലാ സെഷൻസും യൂസ്ഫുൾ ആവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യെസ്, കോമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. എൻ്റെ മനസ്സിലും ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഉടനെ നടക്കില്ല. നമുക്ക് ആദ്യം കുറച്ച് പോർഷൻസ് കവർ ചെയ്യാം ഇല്ലേ, പോർഷൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണേ. അപ്പോൾ ബാങ്ക് എക്സാമിനേഷൻ്റെ സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് അല്ല ഒരു വർഷം ആവാറായി. ഏകദേശം ഈ ഒരു ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ വരുമ്പോഴേക്കും നമുക്ക് ഒരു വർഷം ആവും. യെസ്, അപ്പം നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നാലും നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ യെസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല റെഗുലറായിട്ട് വീഡിയോസ് ഫോളോ ചെയ്യുക. വീഡിയോസ് നിങ്ങൾ റെഗുലറായി ഫോളോ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ
ഇത്തരം എക്സാമിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. യെസ്, നിങ്ങളിപ്പോൾ സെഷൻസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റുഡൻസിന് എന്ത് ക്വാളിറ്റിയിലാണോ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ നമുക്ക് വേറൊരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.